ഹായ്, വെൽക്കം ടു പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക് എന്നുള്ള വേർഡ് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പാഡിയിൽ ഒരു ടെക് വീഡിയോ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. പാഡിയിൽ ലിഫ്റ്റ് ഉണ്ട്, എന്തുകൊണ്ട് ലിഫ്റ്റ് നിങ്ങൾ വീഡിയോസിൽ പ്രസന്റ് ചെയ്യുന്നില്ല? കാരണം വീഡിയോസിൽ പ്രസന്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിഫ്റ്റിന്റെ 90% വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 10% വർക്കും കൂടി പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോസിലൊന്നും ഉൾക്കൊള്ളിക്കാത്തത്. അപ്പൊ ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലിഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു ബെഡിലാണ്. അപ്പോ ഇതാണ് നമ്മുടെ ബെഡ്. അപ്പോ ഈ ബെഡിൽ നമ്മളിവിടെ സ്പ്രിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, കണ്ടല്ലേ? ഇത് നമ്മള് കോയമ്പത്തൂർ പഴയ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന സ്പ്രിങ് ആണിത്. അപ്പൊ നമ്മുടെ ലിഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ലിഫ്റ്റിന്റെ പൊസിഷൻ വന്ന് ലാൻഡ് ആവുന്നത്. അപ്പൊ ഒരു സ്പ്രിങ് ആക്ഷനിൽ വന്ന് ലാൻഡ് ആവും. നമുക്ക് താഴെ വന്ന് ലാൻഡ് ആയ ഒരു കുഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇത് 5 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ലിഫ്റ്റിന്റെ ബെഡിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ പാടിയിൽ എന്തുകൊണ്ട് ലിഫ്റ്റ് ഉണ്ടാക്കി എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കുറെ നമ്മുടെ വ്യൂവേഴ്സിന്. അപ്പൊ പാടിയിൽ ആദ്യം ഞങ്ങൾ പാടിയിൽ സ്റ്റെപ്പായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പാടിയിൽ ഡൗൺ സ്റ്റെയറിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഭയങ്കര കുത്തനെയാവും. അപ്പൊ അത് കയറാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു ഐഡിയ വെച്ചിട്ട് ഞങ്ങളൊരു ചെറിയൊരു ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലിഫ്റ്റിന്റെ കോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ തമ്പനയില്, വെറും 12,465 രൂപയെ വന്നിട്ടുള്ളൂ ഈ ലിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഈ ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള അര HP മോഡലാണ് ഈ ലിഫ്റ്റ് വർക്ക്ഔട്ട് ആവുന്നത്. ഈ ലിഫ്റ്റിന്റെ കപ്പാസിറ്റി വന്നിട്ട് 4 പേരാണ്. 4 പേർക്ക് സുഖമായിട്ട് മുകളിലേക്കും താഴേക്കും പോകാൻ പറ്റുന്ന ഒരു ലിഫ്റ്റാണ് നമ്മളിവിടെ പാടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഒരു 90%ഓളം ലിഫ്റ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. 100% കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ലിഫ്റ്റിന്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് വന്നിട്ട് ലിഫ്റ്റിന്റെ കേസാണ്. ഇത് പുറമേ നിന്ന് ഇപ്പൊ ലിഫ്റ്റ് ഇറങ്ങി വരുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് ലിഫ്റ്റിന് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കേസാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മള് 4 പൈപ്പ്, ഇവിടെ ഒരു 4 പൈപ്പ് ഇരിക്കുന്നുണ്ട്. ഈ 4 പൈപ്പിലൂടെയാണ് നമ്മുടെ ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും പോകുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അടുത്ത സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ലിഫ്റ്റ് താഴേക്ക് താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ റെഡ് ലൈറ്റിൽ നിന്ന് ഗ്രീൻ ലൈറ്റിലേക്ക് ആവും. അങ്ങനെ ഒരുപാട് പുതിയ സിസ്റ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ പ്രോബബ്ലി എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും 12,465 രൂപയ്ക്ക് എങ്ങനെ ലിഫ്റ്റ് ഉണ്ടാക്കിയത്. ഈ ലിഫ്റ്റ് താഴേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കോസ്റ്റ് എത്രത്തോളം ലോ ആണെന്ന്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും ദ ചീപ്പസ്റ്റ് ലിഫ്റ്റ് ചിലപ്പോൾ പാടിക്ക് സ്വന്തമായിരിക്കും. ഇതിനേക്കാളും ചീപ്പസ്റ്റ് ലിഫ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഇത്രയും ഒരു ചീപ്പസ്റ്റ് ലിഫ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദ ചീപ്പസ്റ്റ് ലിഫ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ പാടിയിലേക്ക് സ്വന്തമായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാടിയിൽ ബാക്കപ്പ് ഇല്ല. കറണ്ട് പോയത് തന്നെയാണ്, ബാക്കപ്പ് ഇല്ല. അപ്പൊ ലിഫ്റ്റിൽ ഒരാള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ താഴെ നിന്ന് മേലേക്ക് പോവാണ്, ലിഫ്റ്റില് 2 ആളോ 3 ആളോ പോവാണ്. സെന്ററിൽ വെച്ചിട്ട് നമ്മുടെ ലിഫ്റ്റ് അവിടെ നിൽക്കില്ല. കറണ്ട് പോയാലും എങ്ങോട്ടാണ് നമ്മൾ സിഗ്നൽ കൊടുത്തത്, മുകളിലേക്ക് സിഗ്നൽ കൊടുത്താൽ കറണ്ട് ഇടയിൽ വെച്ച് പോയാലും അത് ലിഫ്റ്റ് മുകളിൽ പോയിട്ട് ലാൻഡായി നിൽക്കും. പക്ഷെ പിന്നെ താഴേക്ക് വരില്ല. അതേപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്തും ഇടയിൽ വെച്ച് ലിഫ്റ്റ് എത്തിയ സമയത്ത് കറണ്ട് പോയാൽ സിഗ്നൽ താഴേക്ക് കൊടുത്തോണ്ട് താഴേക്ക് വരുന്നൊരു PCB സെറ്റിംഗ് ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ലിഫ്റ്റ് ഉണ്ടല്ലോ, ഈ ലിഫ്റ്റ് ഞാൻ പറഞ്ഞ റേറ്റ് 12,465 രൂപ. അപ്പൊ നമ്മൾ സാധാരണ ഒരു ലിഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ഉള്ളിൽ ചെലവ് വരും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ലീഡിങ് കമ്പനീസിന്റെ ഒരു ലിഫ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അത് അത്രയും ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ആ 13 ലക്ഷം അല്ലെങ്കിൽ 14 ലക്ഷത്തിന്റെ ലിഫ്റ്റിൽ നമ്മൾ പോയാലും
സംഭവം നടക്കുന്നത് ഒന്ന് തന്നെയാണ്. നമ്മൾ താഴേന്ന് മേലെ പോകണം, മുകളിൽ നിന്ന് താഴെ വരുന്നു. ആ ലിഫ്റ്റിലും നമ്മൾ താഴേന്ന് മുകളിൽ പോകണം, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. സിസ്റ്റം സെയിം ആണ്. പിന്നെ നമ്മളുടെ ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ തേർഡ് ഗിയറിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലിഫ്റ്റിന്റെ സംഭവം തേർഡ് ഗിയറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തേർഡ് ഗിയറിൽ വളരെ സ്ലോ ആയിട്ടേ പോകുള്ളൂ. പിന്നെ നമ്മളിത് ഫിഫ്ത് ഗിയറിലേക്ക് മാറ്റാൻ പോകുന്നു. ലിഫ്റ്റിന്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ ഫിഫ്ത് ഗിയറിലേക്ക് മാറ്റാൻ പോകും. അപ്പൊ തേർഡ് ഗിയറിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം കുറച്ച് ടൈം എടുക്കും മുകളിൽ പോകാൻ. ഏകദേശം ഒരു 10-12 സെക്കൻഡോളം എടുക്കും തോന്നുന്നു. നേരെ മറിച്ച് നമ്മളിത് ഫിഫ്ത് ഗിയറിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലിഫ്റ്റ് വെറും ചുരുങ്ങിയ സെക്കൻഡ്സുള്ള തന്നെ മുകളിൽ എത്തുന്നതാണ്. നമ്മുടെ ഈ ലിഫ്റ്റിന്റെ സേഫ്റ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ലിഫ്റ്റ് എന്തെങ്കിലും കാരണവശാൽ ലിഫ്റ്റിന്റെ റോപ്പ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഒരിക്കലും താഴെ വന്ന് നിൽക്കില്ല. ലിഫ്റ്റ് നമ്മളൊരു സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിഫ്റ്റില്. ആ സ്റ്റോപ്പറിൽ വന്നിട്ട് എവിടെ നിന്നാണ് നമ്മുടെ റോപ്പ് പൊട്ടിയത്, ആ റോപ്പ് പൊട്ടിയ സ്ഥലത്ത് സ്റ്റോപ്പർ വന്ന് ക്യാച്ച് ചെയ്യും. ഈ 4 പോൾസിലും നമ്മുടെ ഈ 4 പൈപ്പിലും സ്റ്റോപ്പർ ക്യാച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യം 100% ഓക്കെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലിഫ്റ്റിന്റെ സംഭവങ്ങളെല്ലാം. ഇനി നമുക്ക് ലിഫ്റ്റ് താഴേക്ക് ഇറക്കാം. എങ്ങനെയാണ് നമ്മുടെ ലിഫ്റ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം, ഇറങ്ങി നോക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ലിഫ്റ്റ് താഴേക്ക് ഇറക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ പാടിയിലെ ലിഫ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് നമ്മുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. പ്രോബബ്ലി നമ്മളിനി അടുത്ത സെക്ഷനിൽ ഇവിടെ ഡോറ് ഫിറ്റ് ചെയ്യുന്നതാണ്, സേഫ്റ്റി ഡോർ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ലിഫ്റ്റ് താഴെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ആ സ്പ്രിങ്ങിലൊന്ന് അമർന്നത് കണ്ടില്ലേ. അപ്പോൾ ഇപ്പം 3 പേരായാലും 4 പേരായാലും എത്ര പേരായാലും നമ്മുടെ സ്പ്രിങ് ജാമായി നിൽക്കില്ല, കറക്റ്റായിട്ട് വന്ന് കുഷൻ എഫക്റ്റിൽ നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് താഴെ വന്ന് നിന്ന് ആ ഒരു ഫീലിംഗ് കിട്ടില്ല, ഒരു സോഫ്റ്റ് ലാൻഡിങ് ആയിരിക്കും. ഇനി ഞാനിപ്പോ ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ്. ലിഫ്റ്റിലേക്ക് കയറിയിട്ട് ഒന്ന് മുകളിലേക്ക് പോയി നോക്കാം. 2 ഡോറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഈ ഡോർ അടയ്ക്കാം. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലോറിലെത്തി, പാടിയുടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇതാണ് നമ്മുടെ മജ്ലിസ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഈ ലിഫ്റ്റിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 1/2 ഇഞ്ച് സ്ക്വയർ പൈപ്പിലാണ്, GI പൈപ്പിലാണ് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം 1/2 ഇഞ്ച് പൈപ്പാണ്, അധികം 1/2 ഇഞ്ച് പൈപ്പാണ്. പിന്നെ 1 ഇഞ്ച് പൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് ലിഫ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്, മോൾ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗം കവർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ വലിയ വലിയ മാളുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലിഫ്റ്റ് ഫുൾ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാടിയിൽ എന്തുകൊണ്ട് ഗ്ലാസ് കൊണ്ട് നമുക്ക് ലിഫ്റ്റ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു കൺസെപ്റ്റും നമുക്ക് വന്നായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ലിഫ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് പ്ലൈവുഡ് വെച്ചിട്ടോ വേറെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പരിപാടിയിലൊക്കെ, പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് ഞങ്ങൾക്ക് ആ കൺസെപ്റ്റ് മാറ്റിയിട്ട് കുറച്ച് വെയിറ്റ് കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോഴാണ് ഫുൾ ഞങ്ങൾ ഗ്ലാസ് ആക്കി മാറ്റി. അപ്പോൾ അങ്ങനെ ഈ മോൾ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം ഗ്ലാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവാം.
ഗായ്സ്, അപ്പൊ ഞാൻ ഡൗൺ സ്റ്റെയറിൽ എത്തി കഴിഞ്ഞു. നമ്മുടെ ദ മോസ്റ്റ് ചീപ്പസ്റ്റ് ലിഫ്റ്റില്, പാടിയിലെ ദ മോസ്റ്റ് ചീപ്പസ്റ്റ് ലിഫ്റ്റ്. പാടിയിലെ മാത്രമല്ല, കേരളത്തിൽ തന്നെ ചിലപ്പോൾ ദ മോസ്റ്റ് ചീപ്പസ്റ്റ് ലിഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ലിഫ്റ്റ് നമ്മളിപ്പോ കയറുന്ന സമയത്ത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒന്നുമില്ല. കാരണം ഇപ്പൊ നമ്മളിത് പോകുന്നത് 3rd ഗിയറിലാണ്. അപ്പൊ എവിടെയും സൈഡിൽ പിടിക്കേണ്ട കാര്യമില്ല, സൈഡിൽ പിടിക്കേണ്ട പിടിയോ അങ്ങനെയൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം അത്രയും സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അതേപോലെ ഇറങ്ങുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ 5th ഗിയർ സെറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ആയിരിക്കും. സ്മൂത്ത്നെസ്സിൽ ഒരു കുറവുണ്ടാവില്ല, സ്പീഡ് മാത്രമേ കൂടുള്ളൂ. അപ്പൊ ഇനി അടുത്ത് ഞങ്ങളുടെ ഈ ലിഫ്റ്റിന്റെ അപ്ഡേഷൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ലിഫ്റ്റ് നമ്മൾ ഫുൾ സെൻസർ ചെയ്യാൻ പോകും ലിഫ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഡോർ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡോർ ഇങ്ങനെ ഇത് ഒരു മാഗ്നറ്റിക് സംഭവത്തിൽ ഫിറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മുടെ ഡോർ തുറക്കുന്ന സമയത്ത് ഒരു സെൻസർ ഫിറ്റ് ചെയ്യാണ്. അപ്പൊ ആ സെൻസറിലൂടെ നമ്മുടെ ലിഫ്റ്റിന്റെ ഉള്ളിലുള്ള ലൈറ്റ്, ഫാന് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. സ്വിച്ച് ഒന്നും ഇടേണ്ട കാര്യമില്ല. അങ്ങനെയാണ് അടുത്ത ഞങ്ങളുടെ അപ്ഡേഷൻ വരുന്നത്. പിന്നെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ ഗ്രീൻ ലൈറ്റും, താഴെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതൊരു റെഡ് ലൈറ്റിലേക്കും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് ഇങ്ങനെ വരുത്താനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ അപ്ഡേഷൻസ് നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ചും ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോ പാടിയിലുള്ള ഈ നമ്മുടെ ചെറിയ ലിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോ കുറെ പേര് ഇപ്പോ ലിഫ്റ്റ് നോക്കാനൊക്കെ പാടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ വീഡിയോ ഈ പാടിയുടെ ഈ ലിഫ്റ്റ് അപ്ഗ്രേഡ് ചെയ്തൊരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ഫുഡിന്റെ വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ പേരിൽ ബൈ.